ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കാനായിട്ട് പോകുന്നത്, നമ്മൾ കാറ് റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വലിയ വാഹനങ്ങൾ, ചെറിയ വണ്ടികൾ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വണ്ടികളായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നത്. എന്നാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ടൈമിൽ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, എതിരെ വരുന്ന വണ്ടികൾക്ക് കൃത്യമായിട്ട് നമ്മളുടെ വാഹനം സൈഡ് കൊടുക്കാനായിട്ട് കഴിയുമോ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ നമ്മുടെ വണ്ടി തട്ടുമോ എന്നുള്ള പേടി പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ എതിരെ വരുന്ന വാഹനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ വാഹനങ്ങൾക്ക് എങ്ങനെ ശരിയായ രീതിയിൽ സൈഡ് കൊടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോള്, ഒപ്പം നമുക്ക് ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും പ്രോപ്പറായിട്ടുള്ള കൺട്രോളിങ്, കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലുള്ള ആക്സിലറേഷൻ, ഒപ്പം കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഒരു വണ്ടി വരുന്നു, സ്പീഡൊന്ന് കുറയ്ക്കുന്നു, സൈഡിലേക്ക് വരിക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെയും നമുക്ക് വരാം. പക്ഷേങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരും. അപ്പം ഇത് ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് കാണുക. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്രേക്കിൽ കാല് വരികയാണ്, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു. ഓക്കെ, ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കാം. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഇവിടുന്ന് വാഹനം റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ എൻ്റെ വണ്ടി എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇപ്പം ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ഞാനിപ്പം മെല്ലെ വാഹനം ഇങ്ങോട്ട് എടുക്കുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അതിനുശേഷം നിങ്ങൾ നോക്കുക, കറക്റ്റ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു. എനിക്ക് പേടിയൊന്നും തോന്നില്ല, കാരണം നമുക്കതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുള്ളത് കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ പേടി വരില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഒരു വാഹനം വരുമ്പോൾ പേടി വരുന്നതെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മൾ ആ ഒരു ടൈമിൽ ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കി, സെക്കൻഡ് ഗിയറിൽ വരികയാണ്, ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു. എന്തുകൊണ്ട്? ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു, ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, എനിക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അപ്പം ആ വാഹനം പോയതിന് ശേഷം മാത്രമേ എനിക്ക് പതിയെ കയറി പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്തു, ഞാൻ സെക്കൻഡ് ഗിയറിൽ വന്ന് ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ആക്സിലറേഷനിലും വന്ന് നിൽക്കുകയാണ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഓടിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് കയറാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ തീരുമാനങ്ങൾ ഡ്രൈവിങ്ങിൽ എടുക്കാനായിട്ട് പഠിക്കണം. ഇതെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങളിവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും. ഒപ്പം നമുക്ക് അതനുസരിച്ച് സ്റ്റിയറിംഗ് കൺട്രോളും ചെയ്യേണ്ടി വരും. അതായത് ഗിയർ ഇടുന്ന സമയത്ത് ചില ആൾക്കാർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ പോകാറുണ്ട്. അപ്പോൾ അത് പോകാനായിട്ട് പാടില്ല, പ്രത്യേകിച്ച് തിരക്കുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ. അതിനെന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ തിരിഞ്ഞു കയറി. ഇനി ഞാൻ വണ്ടിക്ക് വീണ്ടും മൂവ്മെൻറ്റ്സ് നൽകുന്നു. ചെറിയൊരു കയറ്റമാണ്, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് ഒതുക്കി കൊടുത്തു കഴിയുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കും, ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നു, ഞാനിത് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി കൊടുത്തു. കണ്ടോ, പരമാവധി നമ്മൾ ലെഫ്റ്റ് ചേർന്ന് പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാലും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ ആ ഒരു സ്പേസിലേക്കും കൂടെ നമുക്ക് ഒതുക്കാനായിട്ട് കഴിയും. ഇനി നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കുറച്ച് നടുക്കാണ് പോകുന്നതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചേരും. അപ്പം കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് നമുക്ക് ഈ ഒരു സൈഡിൽ ഉണ്ടാവാം. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ എന്ത് ചെയ്യണം, പരമാവധി ലെഫ്റ്റ് ചേർന്ന് പോവുക. ലെഫ്റ്റ് ചേർന്ന് പോകുന്ന സമയത്ത് ഒരു വണ്ടി വന്നു കഴിഞ്ഞാലും കുറച്ചും കൂടെ ഒതുക്കാനായിട്ടുള്ള ഒരു സ്പേസും കിട്ടും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓടിക്കാം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വരുന്ന പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓവർടേക്ക് ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഞാൻ സെക്കൻഡിൽ പോവാണ്.
ലെഫ്റ്റ് ചേർന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് എനിക്ക് പ്രോപ്പറായിട്ട് സൈഡ് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്നാണോ നിങ്ങളുടെ വാഹനം പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക. അത് നമുക്ക് എങ്ങനെയാണ് ഡ്രൈവിങ്ങിൽ ഉറപ്പുവരുത്താനായിട്ട് കഴിയുന്നത്? അത് വളരെ സിമ്പിളാണ്. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ട്രിക്കാണ്. ഇപ്പം ഞാൻ ഇവിടെ വാഹനം നിർത്തുകയാണ്. ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ നിവർത്തുകയാണ്. കൈ ഇങ്ങനെ നിവർത്തുമ്പോൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ സൈഡ് ചേർത്താണ് നിവർത്തുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ ഈ കൈക്ക് നേരെയാണ് ആ റോഡിൻ്റെ എൻഡ് വരുന്നത്. അതായത് ആ റോഡിൻ്റെ സൈഡ് ഭാഗം ടാറിങ് തീർന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ പോകുന്നത് കറക്റ്റ് ആ റോഡിൻ്റെ എൻഡിനോട് ചേർന്നാണ്. അപ്പോൾ ലെഫ്റ്റാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്താനായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു ലെവലിലുള്ള ജഡ്ജ്മെൻറ്റ് ദീർഘദൂരം മുന്നിലേക്ക് നോക്കുക. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടി ഇടത് ചേർന്ന് പോകുന്നതായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പം ഇടത് ചേർന്ന് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇനി കുറച്ചും കൂടെ ഇടത് സൈഡിലേക്ക് ചേർക്കണം. ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കാം. അപ്പം നമുക്ക് ഇതുപോലെ വരുന്ന വാഹനങ്ങൾക്ക് പ്രോപ്പറായിട്ട് സൈഡ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കാതെ കുറച്ച് ദീർഘദൂരം മുന്നിലേക്ക് നോക്കിയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുപോലെ കയറി പോകും. നമുക്ക് വളരെ സുഖകരമായിട്ടുള്ള ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നിങ്ങളുടെ വണ്ടിയെ തട്ടുമോ എന്നുള്ള പേടിക്ക് എന്ത് ചെയ്യണം? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം. അതിനും ഉള്ള ട്രിക്ക് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ വാഹനം ഈ ഒരു സൈഡിലേക്ക് ഞാൻ പതിയെ സ്ലോ ചെയ്ത് നിർത്താണ്. ഓക്കെ, ഇങ്ങനെ നിർത്തി ഞാനിവിടെ നിർത്തണം. അതിനൊരു ഐഡിയ ആണ് പറയുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വലത്തെ കൈ ഇങ്ങനെ നിവർത്തുക. വലത്തെ കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് ഈ സ്റ്റിയറിങ്ങിനോട് ചേർത്ത് പിടിക്കുക. ഇതിന് വെളി സൈഡിലായിരിക്കും ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇതിന് വെളിയിലാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുള്ളത്. അപ്പോൾ ഇതിന് വെളിയിലാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ദീർഘദൂരം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഓടിച്ചു പോകുമ്പോൾ ഇതൊരു പ്രോപ്പറായിട്ടുള്ള അടയാളം വെച്ച് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഈ ഗ്ലാസിൻ്റെ ഉൾഭാഗത്താണ് കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടി ഇടിക്കുമെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇതിന് വെളിയിലായിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റുകളെ വരുന്ന വണ്ടികളെ കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയെ തട്ടത്തില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പ് വരുത്താം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കാണുന്ന വണ്ടി ഈ സൈഡിലേക്ക് വരും. ഓപ്പോസിറ്റ് അവർ വരുന്ന വാഹനങ്ങൾ നമ്മുടെ കൈയുടെ ഈ ഭാഗം വിട്ടിട്ട് ഇങ്ങോട്ട് മാറുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ തട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് പരീക്ഷിക്കുമ്പോൾ ഇങ്ങനെ നോക്കണം. നോക്കിക്കേ, കണ്ടോ? ആ വണ്ടി ഇതിന് വെളിയിലാണുള്ളത്. അപ്പോൾ ദീർഘദൂരം മുന്നേ നിന്നാണല്ലോ വണ്ടി വരുന്നത്, അല്ലാതെ വണ്ടി ഇവിടെ അടുത്തല്ല കാണുന്നത്. അപ്പോൾ അത്രയും ദൂരം മുന്നേ നിന്ന് വേണം നമ്മളിതിനെ ഒരു നേരെ ഒരു ലൈനായിട്ട് ഉണ്ട് എന്ന് നോക്കിക്കൊണ്ട് ഇത് ജഡ്ജ് ചെയ്യാനായിട്ട്. അപ്പം അത് പ്രോപ്പറായിട്ട് ഓർക്കുക. ഇനി നമുക്ക് ഈ ഒരു സമയത്തുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പം തന്നെ നോക്കുക, ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. ഈ ഒരു അളവ് വെച്ചാണ് ഞാൻ പോകുന്നത്. കണ്ടോ? അതിന് വെളിയിലാണ് ആ വരുന്ന വണ്ടികൾ ഉള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ തീർത്തും സ്ലോ ആകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളൊരു സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലോ പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ സെക്കൻഡിലാണ് പോകുന്നത്. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ? ഇപ്പം മൂന്നാമത്തെ ഗിയറിൽ പോവാണ്. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നാലാമത്തെ ഗിയറിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞാനൊരു വളവ് വന്നു, ഒന്ന് ഗിയർ ഡൗൺ ചെയ്തു. എന്നിട്ട് ഇതുകൊണ്ട് ഈ ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തു. എന്തുകൊണ്ട്? ഒരു വളവാണ്, എനിക്ക് ഗിയർ തേർഡിലേക്ക് ഇട്ട് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു. ഓപ്പോസിറ്റ് ഒരു വണ്ടിയും വന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിലുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ ഇങ്ങോട്ടാക്കിക്കൊണ്ട് ഗിയർ ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു വളവിലൊക്കെ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പോൾ ഇവിടെ ഒരു വളവ് വന്നു. എൻ്റെ വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൈ ഇവിടെ പിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് വണ്ടി ഇങ്ങോട്ട് ചേർക്കുന്നു. എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് നമ്മുടെ വണ്ടി ചേർന്ന് കിട്ടുകയും ചെയ്യും. കണ്ടോ? കറക്റ്റായിട്ട് ഇതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് ചേർത്ത് കൊടുത്തു. കണ്ടോ? അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ നമുക്ക് തട്ടാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഒരു ഫോർത്ത് ഗിയറിൽ പോകുന്നു, ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പോകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ല, ഒരു സ്ട്രെയിറ്റ് റോഡല്ല, ചെറിയൊരു വില്ലേജ് റോഡിലാണെങ്കിൽ നാലാമത്തെ ഗിയറിൽ പോകുന്ന സാഹചര്യത്തിൽ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളവിലും തിരിവിലും ഒക്കെ ഒരു വണ്ടി വന്നല്ലോ. പോയിന്റ് ഓർക്കുക, വളവിലും തിരിവിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈസി ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യും. ഇപ്പോൾ വളവ് കഴിഞ്ഞാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് ഫോർത്ത് ഗിയർ പോയാൽ മതി. അപ്പോൾ ആ ഗിയറിൽ തന്നെ എനിക്ക് സ്റ്റിയറിംഗ് ലെഫ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് സൈഡ് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ആ പോയിന്റ് ഓർക്കുക. സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഞാൻ ഫോർത്ത് ഗിയറിലാണ് പോരുന്നത്. എനിക്ക് ജസ്റ്റ് സൈഡ് കൊടുത്താൽ മതി. ആ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുത്ത് ഈസി ആയിട്ട് പോകാൻ കഴിയും. പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഇവിടെ ഒരു വളവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബ്രേക്കിൽ വരുന്ന ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നേരത്തെ അഡ്വാൻസ് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക്
എനിക്ക് വാഹനത്തിൻ്റെ സ്പീഡ് ഗിയറിലേക്ക് വന്നൊന്ന് കുറയ്ക്കാൻ കഴിയും. കുറയ്ക്കുമ്പോൾ നമുക്ക് വളവിൽ ഒരു ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയറിൽ വരുമ്പോൾ കുറയുകയും ചെയ്യും. ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു, കണ്ടോ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ആ സൈഡിൽ നിന്ന് മാറുന്നു, കണ്ടോ, ആ സൈഡിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോയി. അപ്പം ഈ രീതിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ ജഡ്ജ് ചെയ്യാം. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ, ഇതിന് വെളിയിലാണ് വാഹനങ്ങൾ വരുന്നത്. ഞാൻ പരമാവധി ലെഫ്റ്റ് ചേർന്ന് ഈ സൈഡിലൂടെ പോവുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, കണ്ടോ, ഇതിന് വെളിയിലാണ് കറക്റ്റായിട്ട് പോകുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് പിള്ളേർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ കൈയുടെ വെളിയിലാണ് അവർ പോകുന്നത്, കണ്ടോ, അവർ ഈ ഇങ്ങോട്ട് മാറിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പർ ജഡ്ജ്മെൻറ്റാണ് ഡ്രൈവിങ്ങിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.